ഈശോംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമവചന ധ്യാനം ക്ലാസ് 53. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രന്മാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രന്മാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ബോധിച്ചവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ യാഹ്വേ പറഞ്ഞു, എന്റെ ആത്മാവ് മനുഷ്യനിൽ എന്നേക്കും വസിക്കുകയില്ല. അവൻ ജഡമാണല്ലോ. അവന്റെ ആയുസ് 120 സംവത്സരമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാരുമായി സംഗമിക്കുകയും അവർ മക്കളെ പ്രസവിക്കുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അവരാണ് പുരാതന കാലത്തെ വീരന്മാർ, കീർത്തി കേട്ട പുരുഷന്മാർ തന്നെ. ഉൽപ്പത്തി പുസ്തകത്തില് വളരെ നിർണായകമായ ഒരു തിരുവചന പാഠമാണ് നമ്മൾ ഈ കേട്ടത്. പല തട്ടുകളിലും തലങ്ങളിലും വ്യാഖ്യാനിക്കാവുന്നതും വ്യാഖ്യാനിക്കേണ്ടതുമായ വിശുദ്ധ ലിഖിതമാണിത്. സേത്തിന്റെ, ഹാബേലിന് പകരം ആദാമിനും ഹവ്വയ്ക്കും ജനിച്ച സേത്തിന്റെ വിശുദ്ധ തലമുറയിൽപ്പെട്ടവരെയാണ് ദൈവപുത്രന്മാർ എന്ന് പറയുന്നത്. വിശുദ്ധരുടെ തലമുറ. ഈ കൊലപാതകിയായ കായീന്റെ ദുഷിച്ച തലമുറയെയാണ് മനുഷ്യപുത്രിമാർ എന്ന് വിവക്ഷിക്കുന്നത്. അവർ തമ്മിലുള്ള ആ വിശുദ്ധ കൂട്ടുകെട്ടിലൂടെ വിശുദ്ധരും പാപികളും തമ്മിലുള്ള, അല്ലെങ്കിൽ കൊലപാതകികളും തമ്മിലുള്ള ആ വിശുദ്ധമായ കൂട്ടുകെട്ടിലൂടെ ഭൂമുഖത്ത് മുഴുവൻ വഷളത്തരം പ്രചരിക്കുന്നു. അതിൽ നോഹയുടെ കുടുംബം ഒഴികെ മറ്റെല്ലാവരും ഈ വഷളത്തരത്തില് പങ്കുപറ്റുന്നു. വിശുദ്ധര് പാപികളുമായി കൂട്ടുചേരുന്നത് പാപം ചെയ്യാനല്ല, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിന് പകരം ഇവിടെ സംഭവിച്ചത് കൂടുതൽ ഈ രാക്ഷസ രൂപമായ തിന്മയുടെ ആവിർഭാവമാണ്. അതില് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൽ ദൈവത്തിന് ദൈവം ഖേദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ തലത്തിലുള്ള വായന ഇതാണ്. ഈ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് സേത്തിന്റെ വിശുദ്ധമായ തലമുറ, മനുഷ്യപുത്രന്മാർ എന്ന് പറയുന്നത് കായീന്റെ ദുഷിച്ച തലമുറ. അവര് തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായി എന്നാണ് ഒന്നാമത്തെ തലത്തിലർത്ഥം. ഒരു ആഴമേറിയ തലത്തിൽ ചിന്തിക്കുമ്പോൾ പിശാചുക്കളുടെ ഉദ്ഭവമാണ് ഈ തിരുവചന പാഠം വെളിപ്പെടുത്തുന്നത്. യഹൂദരും ക്രിസ്ത്യാനികളൊക്കെ ഒരുപോലെ അത് കരുതുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25:41, വെളിപാട് പുസ്തകം 12:4, 12:7. കാവൽക്കാർ നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നുകൂടി പറയാം. ഈ യൂദാസ്ലീഹയുടെ ലേഖനവും പത്രോസിന്റെ 2ാമത്തെ ലേഖനമൊക്കെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാവൽക്കാർ വാച്ചേഴ്സ് എന്ന വിഭാഗത്തിലുള്ള ഗന്ധർവന്മാർക്കുള്ള സംജ്ഞയാണ് ദൈവപുത്രന്മാർ. ഇയ്യോബിന്റെ പുസ്തകം 1:6 കാണാം. അവര് മനുഷ്യരുടെ പ്രച്ഛന്ന വേഷത്തിൽ വന്ന് സുന്ദരികളായ മനുഷ്യപുത്രന്മാരുമായി ലൈംഗിക ബന്ധം പുലർത്തി. അവർക്കുണ്ടായ മക്കളാണ് രാക്ഷസന്മാർ അല്ലെങ്കിൽ മല്ലന്മാർ. ആ ഗന്ധർവന്മാരാണ് വീണുപോയ മാലാഖമാര്. ആ വീണുപോയ മാലാഖമാരാണ് പിശാചുക്കള്. ഹനോക്കിന്റെ 1ാമത്തെ പുസ്തകം 6-7 അധ്യായങ്ങളില് ജൂബിലികളുടെ ഗ്രന്ഥം, ഇത് രണ്ടും അപ്രാമാണിക പുസ്തകമാണ്. ഹനോക്കിന്റെ പുസ്തകം യൂദാസ്ലീഹയുടെ ലേഖനത്തിൽ റെഫർ ചെയ്തിട്ടുണ്ട്. ജൂബിലികളുടെ ഗ്രന്ഥം 5-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ, പിന്നെ 21-ാം അധ്യായം, അവിടേക്ക് ഈ കഥകൾ കാണാം. വിശുദ്ധ ജസ്റ്റിൻ മാർട്ടർ ആദ്യത്തെ വിശ്വാസ സംരക്ഷണം എന്ന പുസ്തകത്തിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അലക്സാണ്ട്രിയയിൽ വിശുദ്ധ ക്ലെമന്റ് പ്രബോധകനായ ക്രിസ്തു എന്ന പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിശാചുക്കളുടെ ഉത്ഭവം അതാണ് ഈ ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിലുള്ള കല്യാണവും അവർക്കുണ്ടായ രാക്ഷസ രൂപികളായ മല്ലന്മാരും. വേറെ ഒരു രാഷ്ട്രീയ തലത്തിൽ വായിച്ചെടുക്കുമ്പോൾ രാജാക്കന്മാരെ ദൈവപുത്രന്മാർ എന്ന് വിളിച്ചിരുന്നു. സങ്കീർത്തനം 2:7, 2 സാമുവേല് 7:14. ഈ രാജാക്കന്മാരുടെ ദൈവപുത്രന്മാരെന്ന് കരുതപ്പെട്ട രാജാക്കന്മാരുടെ ഏറ്റവും വലിയ ചുമതല എന്താണ്? നാട്ടിലെ പൗരന്മാരെ സംരക്ഷിക്കുക, അവരുടെ സ്വത്തും ജീവനും സംരക്ഷിക്കുക. ഇതാണ് രാജാക്കന്മാരുടെ കടമ. ഇപ്പൊ സർക്കാരുകളുടെ കടമയായിട്ട് നമ്മൾ പറയുന്നത്. അതിന് പകരമായിട്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുമെന്ന ഉറപ്പിലാണ് ആ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ആ ഒരു ഉടമ്പടിയുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ പ്രജകളെ സംരക്ഷിക്കാൻ വിശേഷപ്പെട്ട ഉത്തരവാദിത്തമുള്ള
രാജാക്കന്മാര് തന്നെ പ്രജകളെ, മനുഷ്യപുത്രന്മാര്, ഈ പ്രജകൾ എന്ന് പറഞ്ഞ മനുഷ്യപുത്രന്മാര് അവരുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുകയും അവരെ തങ്ങളുടെ വിഷയസുഖത്തിന് ഉപയോഗിക്കുകയും ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുകയും ചെയ്യുന്നു. അപ്പോ രാഷ്ട്രീയ തലത്തിൽ ഈ തിരുവചന പാഠം വായിച്ചെടുക്കാം. ഇസ്രായേലിന്റെ മതപരമായ പശ്ചാത്തലത്തില് ഇസ്രായേൽക്കാരാണ് ദൈവപുത്രന്മാര്. ഈജിപ്തിലെ പങ്കനെ ഞാൻ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കർത്താവ് പറയുന്നുണ്ട് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തില് 11:1. പുറജാതിക്കാരായ കാനാന്യരാണ് മനുഷ്യപുത്രന്മാര്. അവര് തമ്മിലുള്ള മിശ്ര വിവാഹത്തിലൂടെ അവർണ്ണനീയമായ ദോഷങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനുള്ളിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നില്ലേ, കോടതികൾ അതില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പല നേതാക്കന്മാരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, കേരള സ്റ്റോറി അതാണ് ഇതാണ് മറ്റാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി നടക്കുന്നുണ്ട് താനും. അതത്ര എത്രമാത്രം വിപുലമായിട്ട് നടക്കുന്നു എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏകസത്യ ദൈവമായ യാഹ്വേയെ തിരിച്ചറിഞ്ഞിട്ട്, ഏക രക്ഷകനായ ഏക മധ്യസ്ഥനായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ട് അവനെ ഉപേക്ഷിച്ച് അതിനേക്കാൾ വളരെ താഴെയുള്ള വളരെ മോശമായിട്ടുള്ള ഒരു മതത്തിലേക്ക് വലിച്ച് എഴച്ച് കൊണ്ടുപോയി ഒരു തീവ്രവാദ സ്വഭാവമുള്ള രീതിയിലേക്ക് പോകുക, അല്ലെങ്കിൽ കണ്ട വിഗ്രഹങ്ങളെല്ലാം ആരാധിക്കുന്ന മതത്തിലേക്ക് പോകുക, എല്ലാ മതങ്ങളും ഒന്നാന്ന് പ്രചരിപ്പിക്കുക, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏത് തോന്നിവാസം കാണിക്കാനുള്ള ഒരു അവസരമായി കാണുക, ഇതെല്ലാം ഇവിടെ കാണുകയാണ്. ഇസ്രായേല് ഏകസത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞവരാണ് ഇസ്രായേല്. ആ ഇസ്രായേൽക്കാര് പുറജാതിക്കാരുമായ കാനാന്യര് മനുഷ്യപുത്രന്മാരുമായി കല്യാണം കഴിച്ച് ബന്ധമുണ്ടായി ഏകസത്യ വിശ്വാസം നശിക്കുക. ഏകസത്യ വിശ്വാസം കൊണ്ടുവരികയാണെങ്കിൽ നല്ലത്. ഈ ഏക ദൈവം, ഏക സത്യദൈവം, ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ഏക വ്യക്തി, അത് യേശുക്രിസ്തു. അവനെ തിരിച്ചറിഞ്ഞിട്ട് ഇതൊന്നും സംഭവിക്കാത്ത ഒരു മതത്തിലേക്ക് ഇങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുപോകുമ്പോൾ അതിൽ യാതൊരു പ്രയാസവും തോന്നാത്ത മനുഷ്യര് അവര് സൃഷ്ടിക്കുന്നത് രാക്ഷസ രൂപികളായ വഷളത്തരമാണ്. അത് നമുക്കിപ്പം മനസ്സിലാക്കണമെന്നില്ല. രണ്ടുപേരെ സ്നേഹിച്ചാൽ അങ്ങ് ജീവിച്ചാൽ പോരെ. പല സിനിമകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ട്. രണ്ടുപേരെ സ്നേഹം വേർതിരിക്കാൻ വല്ലതും കഴിയുമോ? ഈ സ്നേഹം വെറുതെ അങ്ങ് നിൽക്കില്ലല്ലോ. രണ്ടുപേര് മനുഷ്യരെ സ്നേഹിക്കുന്നതെങ്കിലും വെറുതെ രണ്ടുപേരെ സ്നേഹം മാത്രമാണ് അവിടെ ഇഷ്യൂ. ഈ അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങളില്ലേ, ദൈവം, ഏകസത്യ ദൈവം അവരുടെ വിശ്വാസത്തിന്റെ, അവരുടെ സ്നേഹത്തിന്റെ ഒരു പരിഗണനയാകാത്തത് എന്തുകൊണ്ട്? അവരുടെ വിശ്വാസം, ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസം, ഏക രക്ഷകളുടെ വിശ്വാസം, ഏക മധ്യസ്ഥനുള്ള വിശ്വാസം എന്തുകൊണ്ട് അവരുടെ സ്നേഹത്തിന്റെ പരിഗണനകളിൽ ഒന്നാകുന്നില്ല? ഞങ്ങൾ രണ്ടുപേരെ സ്നേഹിച്ചു അങ്ങ് മതി എന്ന് പറഞ്ഞു പോകുന്നതിൽ എന്താണ് അർത്ഥം? അതും ഏകസത്യദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചറിയാത്തവരുടെ മതങ്ങളിലേക്ക് വീണു പോകുക എന്ന് പറഞ്ഞാല്, അപ്പൊ ചില സെലിബ്രിറ്റികളുടെ കല്യാണമൊക്കെ വലിയ ആഘോഷമാര് ചെയ്യുകയും അവര് ചിലപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകാം. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഭൗമിക ജീവിതത്തിലെ പ്രത്യാശ മാത്രമാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ നമ്മൾ മറ്റെല്ലാവരേക്കാളും മോശമാണ്. അപ്പോൾ ഇതാണ് ഈ മല്ലന്മാര്, രാക്ഷസരൂപികളായ മല്ലന്മാരെ സൃഷ്ടിക്കുന്നത്. ഈ വിശ്വാസം സ്നേഹത്തിന്റെ ഒരു ഘടകമായി മാറാത്ത ഒരു അവസ്ഥയുണ്ടാകുക. എന്നിട്ട് ഉയർന്ന വിശ്വാസമുള്ളവര് താഴ്ന്ന വിശ്വാസത്തിലേക്ക് വീണു പോകുക. ഈ വീണുപോയ മാലാഖമാരുടെ അതേ അവസ്ഥയാണ് ഇവിടെയും, അത്ര രൂക്ഷമല്ലെങ്കിൽ പോലും. പിന്നെ അടുത്തൊരു തലം എന്ന് പറയുന്നത് മറ്റ് മതങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ പല മതങ്ങളിലും അന്നും ഇന്നും ദേവദാസിമാര്, മനുഷ്യപുത്രിമാരുണ്ട്. ഈ മനുഷ്യപുത്രിമാരെ ഗർഭിണികളാക്കുന്ന ദേവന്മാരെ കുറിച്ചുള്ള കഥകളുണ്ട്. ദേവദാസിമാരെ ഗർഭിണികളാക്കുന്ന ദേവന്മാരെ കുറിച്ച്. വാസ്തവത്തിൽ ദേവന്മാരല്ല, മറ്റാരൊക്കെയാണ്. അന്ധവിശ്വാസങ്ങളുടെ പുറകില് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉപയോഗിച്ച് നിസ്സഹായരായ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുക, എന്നിട്ട് ലൈംഗികമായിട്ട് ഉപയോഗിക്കുക, അതിനൊരു ദൈവിക മറ കൊടുക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പോ ദേവദാസിമാരും ദേവന്മാരെന്ന് പറഞ്ഞ ദൈവപുത്രന്മാരെന്ന് പറഞ്ഞ ദേവന്മാര് വാസ്തവത്തിൽ ദേവന്മാരല്ല, അത് ദേവന്മാരുടെ പേരിൽ വേറെ ചില ആളുകൾ. അങ്ങനെ ദേവദാസികളെ പോലെയുള്ള പെൺകുട്ടികളെ ദേവന്മാരെന്ന് കണക്കാക്കുന്ന ചില ആളുകൾ, ദൈവപുത്രന്മാരെ കണക്കാക്കുന്ന ചില ആളുകൾ ലൈംഗികമായിട്ട് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരവസ്ഥ. അതാണ് മറ്റൊരു തലത്തിൽ വായിക്കേണ്ടത്.
പിന്നെ ഒരു ആധ്യാത്മിക തലത്തിൽ വായിക്കേണ്ടതുണ്ട്. പുരോഹിതന്മാരെ ദൈവപുത്രന്മാരെ കണക്കാക്കിയിരുന്നു. തീർത്ഥകേന്ദ്രത്തിൽ വരുന്ന ഭക്തരാണ് മനുഷ്യപുത്രന്മാര്. അവർ തമ്മിൽ, അതായത് ഈ ക്ഷേത്രത്തിലോ ദേവാലയത്തിലോ തീർത്ഥകേന്ദ്രത്തിലോ വരുന്ന ഭക്തരായ മനുഷ്യപുത്രിമാരെ ചൂഷണം ചെയ്യുന്ന പുരോഹിത വർഗത്തെയാണ് ഇവിടെ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത്. അവർ തമ്മിൽ അവിഹിത ലൈംഗിക ബന്ധം, അത് മതത്തെ ആകെ ജീർണിപ്പിക്കും. മതം ജീർണിക്കുമ്പോൾ സമുദായം ജീർണിക്കും. പിന്നെ തിന്മ രാക്ഷസീയ രൂപം പ്രാപിക്കും. ഈ 1 ശമൂവേൽ 2-ാമത്തെ അധ്യായം 12 മുതൽ 17 വരെ വാക്യങ്ങള്, ഏലി എന്ന പുരോഹിതന്റെ മക്കള് പുരോഹിതന്മാരായിരുന്നു. അവര് അങ്ങനെ ചൂഷണം ചെയ്യുന്ന കഥ 1 സാമുവേല് 2-ാമത്തെ അധ്യായം 12 മുതൽ 17 വരെ വാക്യങ്ങൾ കാണാം. അതുകൊണ്ടാണ് ഏലിയുടെ കുടുംബത്തെ മൊത്തം മാറ്റുകയാണ്. എന്നിട്ടാണ് പുതിയ പുരോഹിത കുടുംബത്തെ കൊണ്ടുവരുന്നത്. ഏലിയുടെ ആ പുരോഹിത കുടുംബത്തെ മൊത്തം എലിമിനേറ്റ് ചെയ്യും ദൈവം. കാരണം ഏലി നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ സാമുവേലിന്റെ ദൈവവിളിക്കൊക്കെ നിർദ്ദേശം കൊടുത്ത, പക്ഷെ ഏലിയുടെ മക്കള് ചൂഷണം ചെയ്യുകയായിരുന്നു. വന്ന ഭക്തരെയും ദേവാലയത്തിൽ സംഗതികളൊക്കെ അവരെ മൊത്തം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ കാലയളവിലും ഇങ്ങനെ ഭക്തരെ ചൂഷണം ചെയ്യുന്ന ധാരാളം പുരോഹിതന്മാരെ നമുക്ക് കാണാം. അങ്ങനെ വരുമ്പോൾ മതം ജീർണിക്കും. മതം ജീർണിക്കുമ്പോൾ സമുദായം ജീർണിക്കും. ആ സമുദായം ജീർണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ സമുദായം ജീർണിച്ച് നിൽക്കുകയാണ്. വാസ്തവത്തില് ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണ്. രണ്ടുപേര് തമ്മിൽ സമ്മതമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് സുപ്രീം കോടതിയൊക്കെ വിധിച്ചിരിക്കുമ്പോൾ ധാർമ്മികതയ്ക്ക് യാതൊരു വിലയില്ലാതായി. ആർക്കും എന്തും ചെയ്യാമെന്ന് തോന്നിവാസം. സമുദായം ജീർണിച്ച് അങ്ങേയറ്റം മോശമായിട്ട് നിൽക്കുകയാണ്. ഇതിനിടയിലേക്കാണ് നമ്മുടെ മക്കളും നമ്മുടെ യുവാക്കളൊക്കെ വരുന്നത്. അവരൊക്കെ ആകെ കൺഫ്യൂഷനിലാണ്, ആകെ ആശയക്കുഴപ്പത്തിലാണ്. എവിടേക്കാണ് നമ്മുടെ സമുദായം പോകുന്നത്? അപ്പൊ ഇതൊരു വല്ലാത്ത പ്രതിസന്ധി നമ്മുടെ സമുദായത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, അന്നും ഉണ്ടായിരുന്നു. ഈ ലൈംഗികതയും മതവും തമ്മിൽ ഒരു തരം ബന്ധമുണ്ട്. ഈ ഉന്നതങ്ങളിലേക്കുള്ള ഒരു ട്രാൻസെൻഡൻസ്, അതാണ് അതീതമായി പോകലാണ് മതമെന്നാണ് സങ്കല്പം. താഴോട്ടുള്ള ഒരു അതീതമാകലാണ്, കവിഞ്ഞു പോകലാണ് ലൈംഗികത. അപ്പോൾ ഈ ദേവന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് മതത്തിന്റെ ചട്ടക്കൂട് വരുന്നു. ദേവന്മാരെ പ്രീതിപ്പെടുത്തും, മുകളിലേക്ക് മതം. പക്ഷെ അങ്ങനെ പ്രീതിപ്പെടുന്ന പ്രക്രിയയിൽ ലൈംഗികത ആസ്വദിക്കുക ഈ ദേവദാസിമാരെ പോലെയുള്ളയും എല്ലാ ഭക്തരെയൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ആർട്ടമിസ് എന്ന് പറഞ്ഞാൽ റോമൻ ഡയാന, അത് ഗ്രീക്കുകാർക്ക് അത് ആർട്ടമിസ് ആണ്. എഫേസസിൽ ഒരു അമ്പലമുണ്ടായിരുന്നു ഈ ആർട്ടമിസ് ദേവിക്ക്, റോമൻ ഡയാനയ്ക്ക്. അവിടെ അന്നത്തെ വലിയൊരു എന്താ പറയുക, മഹാത്ഭുതങ്ങളിലെ ഒരു അമ്പലമായിരുന്നു അത്. അവിടെ ആ ദേവാലയത്തില് വരുന്ന, അതായത് പൂജയർപ്പിക്കാനോ അല്ലെങ്കിൽ തീർത്ഥാടനത്തിൽ വരുന്ന ഭക്തർക്കെല്ലാം ഫ്രീ ആയിട്ട് വേശ്യാവൃത്തിക്ക് പണം കൊടുത്ത്, സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നതാണ് വേശ്യാവൃത്തി, പുരുഷനോ സ്ത്രീയോ പണം കൊടുക്കാതെ ഫ്രീ ആയിട്ട് വേശികളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് 1000 വേശിമാരെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആർട്ടമിസ് ക്ഷേത്രത്തിൽ മാത്രം സൗജന്യമായിട്ട് ഭക്തർക്ക് വേശ്യാവൃത്തി നടത്താനായിട്ട് 1000 വേശിമാര് ഈ അമ്പലത്തിന്റെ ചുറ്റുപുറത്ത് പാർപ്പിച്ചിരിക്കുക. അപ്പൊ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ദേവനെ കണ്ട് ദേവൻ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഫ്രീ ആയിട്ട് ദേവന്റെ ദാസിമാരെ ആയിട്ട് പ്രാപിക്കാം. എന്തുമാത്രം സമുദായ ജീർണതയാണ് ഉണ്ടാവുക. അപ്പൊ ഇത് ദേവീദേവന്മാരുമായി രഹസ്യബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഒരു പ്രായോഗിക തലമായിട്ടാണ് ദേവദാസിമാരുമായിട്ടുള്ള ഈ ബന്ധം. അതിലൂടെ ഒരു ഗൂഢവിജ്ഞാനം അവർക്ക് കിട്ടുന്നുവെന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് രാക്ഷസീയമായ തിന്മകൾ ഉത്ഭവിക്കുന്നുവെന്നാണ് ഈ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സാത്താൻ കുർബാനകൾ, ബ്ലാക്ക് മാസ്, ഇതിലൊക്കെ നമ്മൾ കാണാം, ആഭിചാര കുർബാനകൾ, ഇതൊക്കെ ഇതിന്റെ വകഭേദങ്ങളാണ്. മതവിശ്വാസികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് അതിനു വേണ്ടിയിട്ട് ചില ഗൂഢവിജ്ഞാനം, മന്ത്രവാദം, ദുർമന്ത്രവാദമൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഈ വീണുപോയ മാലാഖമാരുമായിട്ട് ബന്ധപ്പെട്ടാണ് സംഗതികളൊക്കെ. പിന്നെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ, ഇപ്പോഴത്തെ ഒരു മോഡേൺ ആധുനിക വീക്ഷണത്തിൽ പറഞ്ഞാല് എല്ലാ തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ തിന്മകളെയും, അത് പണ്ടുണ്ടായിരുന്നു, സോദോം ഗൊമോറയിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവിധ പ്രകൃതി വിരുദ്ധ തിന്മകളെയും നാടകീയവൽക്കരിച്ചിരിക്കുകയാണ് ഈ സംഗതി. ഇപ്പം പാശ്ചാത്യ നാട്ടിലൊക്കെ LGBTQ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. നമ്മുടെ നാട്ടിലും അതിനൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ട്. ഈ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസെക്ഷൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്വവർഗ അനുരാഗം,
ദ്വിലിംഗ ബന്ധം, ഭിന്നലിംഗ ബന്ധം, മൃഗങ്ങളുമായി സംഭോഗം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഇല്ലേ അങ്ങനെയുള്ള മനുഷ്യ സമുദായത്തെ പാടെ ശിഥിലമാക്കുന്ന എല്ലാത്തരം തിന്മകളും, എല്ലാത്തരം പ്രകൃതി വിരുദ്ധ തിന്മകളും അതിനെ നാടകീയവൽക്കരിച്ചിരിക്കുകയാണ് ഈ ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിലെ കല്യാണം എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ തിന്മകളെല്ലാം രാക്ഷസ രൂപം പ്രാപിക്കുന്നുവെന്നാണ്. അതിലൂടെ അക്രമവും ധാർമ്മിക ജീർണതയും ഭൂതലകമായി വ്യാപിക്കുന്നുവെന്നാണ്. അപ്പൊ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം താൻ സൃഷ്ടിച്ചതെല്ലാം റദ്ദാക്കി ആദ്യമ നിരാകാരാവസ്ഥ, കയോട്ടിക് സിറ്റുവേഷൻ, വാട്ടറി കയോസ്, അതിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. അതാണ് മഹാപ്രളയം. അതായത് പണ്ട് പ്രളയമായിരുന്നു, വെള്ളമായിരുന്നു, അതിനെ ക്രമപ്പെടുത്തിയിട്ടാണ് സൃഷ്ടി, നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നിരാകാരാവസ്ഥ, ആദിമ സഞ്ചയം, ഈ ജലസഞ്ചയം അതിലേക്ക് കൊണ്ടുപോകുകയാണ് മഹാപ്രളയത്തിലൂടെ. ദൈവത്തിന്റെ അധ്വാന ഫലമായ പ്രപഞ്ചത്തിന്റെ മരണവും ഉയർപ്പുമാണ് ഈ മഹാപ്രളയത്തിലൂടെ സംഭവിക്കുന്നത്. യഹൂദ റബ്ബിമാരുടെ വ്യാഖ്യാനം അതുതന്നെയായിരുന്നു. ജനസിസ് റബ്ബ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അങ്ങനെ കാണാം. സഭാപിതാക്കന്മാരും ഇങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിച്ചത്. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ മരണം, പിന്നെ ഉയർപ്പ്. ആ ഉയർപ്പ് സംഭവിക്കുന്നത് നോഹയിലൂടെയാണ്. വിശുദ്ധ ക്രിസോസ്റ്റം ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പള്ളിപ്രസംഗങ്ങൾ, വിശുദ്ധ ആഗസ്തീനോസ് ദൈവനഗരം, വിശുദ്ധ അപ്രേം ഉൽപ്പത്തിയുടെ വ്യാഖ്യാനം ഒക്കെ ഈ തരത്തിലാണ് വ്യാഖ്യാനിച്ചത്. ദൈവത്തിന്റെ അധ്വാന ഫലമായ പ്രപഞ്ചം, അതിന്റെ മരണം, അതിന്റെ ഉയർപ്പ്, മരണത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് അതിന് ഉയർപ്പ്. ഈ വിലക്കപ്പെട്ട അറിവിന്റെ കനി, ജീവവൃക്ഷത്തിന്റെ കനി തുടങ്ങിയ ഭക്ഷിച്ച് ദേവന്മാരെ പോലെ അമർത്യത പ്രാപിക്കാം എന്നൊക്കെ ചിലർ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം ഈ പ്രബോധനങ്ങളൊക്കെ അതായത് നമ്മുടെ പരിധികള് അത് നോക്കാതെ നമുക്ക് പരിധികൾ വേണ്ട, പരിധികളില്ലാതെ ജീവിക്കാം എന്നുള്ള തരത്തിലുള്ളൊരു രീതി. നമുക്ക് ഒരു ബോർഡേഴ്സും വേണ്ട, എല്ലാം അടിഞ്ഞാട്ടം. നമുക്ക് ഒരു പരിമിതികൾ വേണ്ട, എല്ലാവർക്കും എല്ലാം ആകാം. അതൊരു ദുസ്വാതന്ത്ര്യമാണ്, ലൈസൻസ് ആണ്, തോന്നിയാസം. അങ്ങനെ തോന്നിയാസമാകാം എന്ന് പഠിപ്പിക്കുന്ന, അരാജകത്വം പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം യൂറോപ്പിലൊക്കെ അരാജകവാദകം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് സർക്കാരിന്റെ നിയമം വേണ്ട, ട്രാഫിക് നിയമം വേണ്ട, ഇങ്ങനെ മൊത്തം മഴകുഴമ്പനാകാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ സമുദായത്തിലുണ്ട്, നമ്മുടെ ചില രൂപതകളിലുണ്ട്. അരാജകത്വം മൊത്തം മഴകുഴമ്പനായിരിക്കട്ടെ, അതിലൊരു ആനന്ദം അവർ കണ്ടെത്തുകയാണ്. ആർക്കും കീഴ്പ്പെടേണ്ട, ഒരു പരിധികൾ വേണ്ട, നിയമങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യും, ഞങ്ങൾക്ക് തോന്നിയാൽ അനുസരിക്കും, തോന്നിയില്ലെങ്കിൽ അനുസരിക്കില്ല. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വിലക്കപ്പെട്ട കനികളെല്ലാം കഴിക്കുക, ജീവവൃക്ഷത്തിന്റെ കനി ഭക്ഷിച്ച് അമർത്തരാകാൻ കഴിയുമെന്ന് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ച് പരിമിതികൾ അതിലംഘിക്കാനുള്ള ഒരു അരാജകത്വവാദം, അത് രാക്ഷസ രൂപം പ്രാപിക്കുന്നു. ഈ ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിലുള്ള കല്യാണത്തിന്റെ അതിനെ നാടകീയവൽക്കരിച്ചിരിക്കുന്നതാണ് ഈ ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിലുള്ള കല്യാണം. അവിഹിത ബന്ധത്തിലൂടെ അമാനുഷിക ഭാവം കൈവരും എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് വിശ്വസിക്കാൻ ആളുകളുണ്ട്. അങ്ങനെയാണ് ഈ ദുർമന്ത്രവാദത്തിന് പിന്നാലെ പോകുന്നത്. ഇപ്പോഴും പോകുന്നില്ലേ? എന്തുമാത്രം പേരാണ്? ഇപ്പോഴും നരബലി നമ്മുടെ നാട്ടിലുണ്ട്, പലയിടത്തും നരബലി. വിശ്വസിക്കാൻ വയ്യ, പക്ഷെ അതൊക്കെ നടക്കുന്നു നമ്മുടെ നമുക്ക് എത്ര കേസുകൾ ഈ അടുത്ത കാലത്തുണ്ടായി. അപ്പൊ ഇതൊക്കെ നമ്മുടെ സമുദായത്തിൽ, അതായത് യഥാർത്ഥ വിശ്വാസമില്ലെങ്കിൽ, ഏകസത്യദൈവവുമായിട്ടുള്ള ഒരു നല്ല അടുത്ത ബന്ധമില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകും. ഈ മല്ലന്മാരുടെ കഥ, രാക്ഷസന്മാരുടെ കഥ നമ്മൾ നേരിട്ട് കാണുകയാണ് ഇപ്പോ. അതായത് അക്രമത്തിലൂടെ ഒരു മതം പ്രചരിപ്പിക്കാമെന്ന് ഒരു കൂട്ടർ വിശ്വസിച്ചിരിക്കുക. അക്രമത്തിലൂടെ മതം പ്രചരിപ്പിക്കാം, അല്ലേ? അവരെ കൊല്ലും, ഇവരെ കൊല്ലും, യഹൂദരെ കൊല്ലും, ക്രിസ്ത്യാനികളെ കൊല്ലും. അക്രമത്തിലൂടെ മതം പ്രചരിപ്പിക്കാമെന്ന് വിചാരിക്കുകയും പ്രചരിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തുമാത്രം അന്ധതയുണ്ടെന്ന് നോക്കിയാൽ. അപ്പൊ ഈ തിന്മ രാക്ഷസ രൂപം പ്രാപിച്ചിരിക്കുന്നത് നമ്മൾ കാണുകയാണ്, ഇപ്പൊ നമ്മൾ കാണുകയാണ്. അതിനെ എതിർക്കാൻ പോകുന്ന അക്രമവും തെറ്റ് തന്നെ. അക്രമത്തിലൂടെ അക്രമം ചെയ്യാമെന്ന് വിചാരിക്കുന്നതും അക്രമം തന്നെ. അപ്പൊ ഇതിനാണ് ഈ തിന്മ രാക്ഷസ രൂപം പ്രാപിക്കുന്നതെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചതിൽ ഖേദിക്കുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് ഒരു റിന്യൂവല്, പ്രളയത്തിലുള്ള ഒരു റിന്യൂവൽ കൊണ്ടുവരുന്നു. എല്ലാ കാലത്തും കർത്താവ് അത് ചെയ്യും. തന്റെ മക്കൾ ദുഷിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് കർത്താവിന് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. രക്ഷയുടെ സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. മക്കൾ പഴച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് അപ്പൻ ദുഃഖിക്കുന്നു, പക്ഷെ അപ്പൻ കൈവിടുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു തുടക്കമാണ്. നമ്മൾ ഈ മഹാപ്രളയത്തിന്റെ കഥയിലേക്ക് വരുന്നതിന്റെ ആമുഖമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണിത്. അപ്പൊ നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് തലങ്ങളിലും തട്ടുകളിലും വായിച്ചെടുക്കാവുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
ഇത് മഹാപ്രളയ കഥ പഠിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ വരും. അപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.